ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഇപ്പോൾ FDIയുടെ കണക്ക് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇന്റേണൽ ട്രേഡിന്റെ വെബ്സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും. കേരളത്തിലേക്ക് FDI വരുന്നുണ്ട്, പക്ഷേ അത് സമീപകാലത്ത് വ്യവസായ നിക്ഷേപം കുറയുന്നതിന്റെ പാറ്റേൺ ആണ്. എന്റെ വിഷയം ഇപ്പോൾ FDI വന്നതോ അല്ലാത്തതോ അല്ല. ഇവിടെ ഇപ്പോൾ എന്തിനാണ് മുൻഗണന കൊടുക്കുന്നത് എന്നുള്ളത് പരമപ്രധാനമായ ചോദ്യമാണ്. മുൻഗണന എന്ന വാക്ക് CPMന്റെ സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുപ്പ് അവലോകന സംസ്ഥാന സമിതിക്ക് ശേഷം എത്ര തവണ പറഞ്ഞു? മുൻഗണനയാവേണ്ടത് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നമാണ്, ജനങ്ങളുടെ ജീവൽ പ്രശ്നമാണ് എന്നിരിക്കെ ഈ കേരളീയം പോലെയുള്ള പരിപാടികൾ അതെന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് എന്നൊരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ കേരളീയത്തിന്റെ ആകെ തുക സംബന്ധിച്ച്, ആകെ ചെലവായ തുക സംബന്ധിച്ച് കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു കണക്ക് നമ്മുടെ കയ്യിലുണ്ടോ? സർക്കാർ ചെലവാക്കിയ 27 കോടിയുടെ കണക്ക് എന്നുള്ളതിനപ്പുറത്ത് മൊത്തം സ്പോൺസർഷിപ്പ്, ആരുടെയൊക്കെ സ്പോൺസർഷിപ്പാണ് വന്നത്, ആ സ്പോൺസർഷിപ്പിൽ നിന്നുള്ള തുക എവിടേക്കാണ് ചെലവഴിച്ചത് നമുക്കറിയില്ല. ഇവിടെ ഇപ്പോൾ റഫായിട്ടുള്ള ചില കണക്കുകൾ, ഇപ്പോൾ ശോഭനയുടെ നൃത്തത്തിന് 8 ലക്ഷം രൂപ ചെലവായി, ഇങ്ങനെയൊക്കെയുള്ള കണക്കുകൾ മാത്രമേ ഉള്ളൂ. സുതാര്യമായി കണക്കുകൾ കഴിഞ്ഞ തവണ കേരളീയം നടത്തിയപ്പോൾ ഇന്ന നേട്ടമാണ് സർക്കാരിന് ഉണ്ടായത്, ഇതാണ് സംഭവം, ഇതാണ് ഇതിന്റെ മൊത്തം കണക്ക് എന്ന് പറഞ്ഞ് കണക്ക് പറയാൻ പോലും പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഇതില് ഈ കേരളത്തിന്റെ വികസനം ഇപ്പോൾ ഇദ്ദേഹം FDIയെ സംബന്ധിച്ച് പറഞ്ഞല്ലോ. ഇപ്രാവശ്യത്തെ ഒടുവിലത്തെ കണക്കനുസരിച്ച് ഈ കഴിഞ്ഞ കൊല്ലം ഇന്ത്യ രാജ്യത്ത് മൊത്തമുള്ള FDIയുടെ വരവിൽ 16% കുറവാണ്. കണക്ക് പരിശോധനകൾ കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ കേരളം വളരെ മോശമാണ്, കേരളത്തിൽ ഈ പറയുന്ന വലിയ തകരാറാണ് എന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇന്ത്യ രാജ്യത്ത് പരിശോധിക്കുമ്പോൾ ഏതെല്ലാം മേഖലകളിലാണ് കേരളം മുന്നിൽ? ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ നിതി ആയോഗ് എന്ന് പറയുന്നത് നമ്മുടെ നരേന്ദ്രമോദി ചെയർമാനായിട്ട് സമിതിയാണല്ലോ. അവർ പറഞ്ഞു ഇന്ത്യയിൽ സുസ്ഥിര വികസനം, മാനവ വികസന സൂചിക, സ്റ്റേറ്റ് ഹെൽത്ത് ഇൻഡെക്സ്, ഇതിൽ ഏറ്റവും ഒന്നാമത്തെ സ്റ്റേറ്റ് ഇന്ത്യയിൽ കേരളമാണ്. BJP ഭരിക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റ് അല്ല. ഈ നിലവിലുള്ള നമ്മുടെ സംസ്ഥാനത്തിന്റെ ആളോഹരി വരുമാനം 2,28,357 രൂപയാണ്. അത് കേന്ദ്രത്തിന്റെ ആളോഹരി വരുമാനത്തിന് 77% കൂടുതലാണ്. ഇന്ത്യയിൽ ഏറ്റവും ഏറെ PSC നിയമനം നടന്നിരിക്കുന്ന സ്റ്റേറ്റ് കേരളമാണ്. ഈ കഴിഞ്ഞ സന്ദർഭത്തിൽ ഏറ്റവും ഏറെ പുതിയ തൊഴിൽ സാഹചര്യം ഉണ്ടായിരിക്കുന്ന സ്റ്റേറ്റ് കേരളമാണ്. ഏത് രംഗത്താണ് കേരളം പുറകിലെന്ന് നിങ്ങൾ പറയുന്നത്? ഇപ്പോൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇന്ത്യയിൽ അത് നേടിയിരിക്കുന്ന ഏക സ്റ്റേറ്റ് കേരളമാണ്. കഴിഞ്ഞ കേരളീയത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച കാര്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാക്ഷരതയുള്ള സ്റ്റേറ്റ് കേരളമാണ്. മാതൃ ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ കേരളമാണ്. ക്ഷേമ പെൻഷനുള്ള ഇന്ത്യയിലെ ഏക സ്റ്റേറ്റ് കേരളമാണ്. സ്ത്രീ പുരുഷ സമഭാവനയുള്ള ഏക സ്റ്റേറ്റ് കേരളമാണ്. അധികാര വികേന്ദ്രീകരണം ഇതുപോലെ നടപ്പിലാക്കിയ ഏക സ്റ്റേറ്റ് കേരളമാണ്. ട്രാൻസ്ജെൻഡർമാർക്ക് മനുഷ്യരായി കാണാനുള്ള നിലപാട് സ്വീകരിച്ച കേരളമാണ്. ആസൂത്രണ വികേന്ദ്രീകരണം കേരളം സ്വീകരിച്ചതാണ്. ജീവിത നിലവാരത്തിൽ ഏറ്റവും മുന്നിൽ കേരളമാണ്. ശാസ്ത്രബോധം ഏറ്റവും മികച്ച സ്റ്റേറ്റ് കേരളമാണ്. ധനക്കമ്മി ഏറ്റവും കുറച്ച സ്റ്റേറ്റ് കേരളം. ഏതു രംഗത്ത് കേരളം മോശമാണെന്നാണ്? പിന്നെ സമീപകാലത്ത് ചില പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ വിവരിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. കൂലി കൊടുക്കാനാവുന്നില്ല, ക്ഷേമ പെൻഷൻ കൊടുക്കാനാവുന്നില്ല. അത് കേന്ദ്ര ഗവൺമെന്റും അതുപോലെ തന്നെ കോൺഗ്രസും ചേർന്ന് ഉണ്ടാക്കിയ ഒന്നാണ്. ഈ കേരളത്തിന് കിട്ടാനുള്ള ന്യായമായ പണം നൽകാതെ ഉണ്ടാക്കിയ ഒന്നാണ്. ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോയി. എന്തിന്? സ്റ്റേറ്റിന് കടമെടുക്കാൻ അവകാശം കൊടുക്കാൻ. അത് അനുവദിക്കില്ല എന്ന് കേന്ദ്രം നിലപാട് സ്വീകരിച്ചു. 13,600 കോടി രൂപ കടമെടുക്കാൻ അനുവദിച്ചല്ലോ. അതിന് മേലെയാണല്ലോ 3 ഗഡു പെൻഷൻ കൊടുക്കാൻ കേരളത്തിന് സാധിച്ചത്. നിങ്ങൾക്ക് ചർച്ച എന്താണ്? പെൻഷൻ കിട്ടുന്നില്ല, ശമ്പളം കൊടുക്കുക, അതെല്ലാം പ്രശ്നങ്ങൾ കൂടി കടമെടുക്കാനുള്ള അനുമതി തേടി അല്ല കേരളം പോയത്. 57,000 കോടി കിട്ടാനുണ്ടെന്നായിരുന്നു ധനമന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കേസ് എങ്ങനെയാണ് സെറ്റിൽ ആയത് എന്നുള്ളത് നമുക്കറിയാം. അങ്ങ് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എത്രയോ കാലമായി താങ്കൾ ഈ പറയുന്ന സാക്ഷരതയിൽ ശിശുമരണ നിരക്കിൽ എത്രയോ കാലമായി കേരളം മുമ്പിലാണ്. നമ്മുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ മൂർത്തമായ സാഹചര്യം എന്താണ്? അല്ല, ഇത് ജനങ്ങൾക്ക് ഒരു നല്ല ആനുകൂല്യം കൊടുക്കാൻ, ക്ഷേമരാഷ്ട്ര സങ്കല്പം അനുസരിച്ച് ഭരിക്കാൻ സർക്കാരിന് പറ്റുന്നില്ല എന്നുള്ളതാണല്ലോ. അപ്പൊ ആ പ്രശ്നം ഇങ്ങനെ നിൽക്കെ എന്ത് സന്ദേശമാണ് ഇതുപോലെയുള്ള പരിപാടികൾ കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അങ്ങ് തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നതിനിടക്ക് നിങ്ങൾ ഇടപെടുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാനാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കേസ് സുപ്രീം കോടതി ചെയ്തതാ, അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. സംസ്ഥാനങ്ങളോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര സമീപനം അത് ഉപേക്ഷിക്കല്ല, സുപ്രീം കോടതി തള്ളിക്കളയല്ല. അത് വിശദമായ പരിശോധന ആവശ്യമുണ്ട്. അതുകൊണ്ട് അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. ഏറ്റവും മികച്ചൊരു കാര്യമല്ലേ അത്? സംസ്ഥാനം പോയതുകൊണ്ടല്ലേ അത്തരമൊരു വിഷയം സുപ്രീം കോടതി തന്നെ ഭരണഘടനാ ബെഞ്ചിന് വിട്ടത്. നിങ്ങൾ അക്കാര്യം പറയുന്നില്ല. നിങ്ങൾ 13,000 കോടി കടമെടുക്കാൻ കിട്ടിയില്ലല്ലോ എന്നല്ലേ നിങ്ങൾ പറയുന്നുള്ളൂ. പിന്നെ കാലാകാലമുള്ള കണക്ക് ഞാൻ ചോദിക്കട്ടെ, 2023-24 സംബന്ധിച്ച് നിതി ആയോഗ് പറഞ്ഞത് കാലാകാലമുള്ള കണക്കാണോ? നിതി ആയോഗ് 23-24 കണക്കാ പറഞ്ഞത്. സുസ്ഥിര വികസനത്തിൽ 1-ാം സ്ഥാനം കേരളം, മാനവ വികസന സൂചികയിൽ 1-ാം സ്ഥാനം കേരളം, സ്റ്റേറ്റ് ഹെൽത്ത് ഇൻഡെക്സിൽ 1-ാം സ്ഥാനം കേരളം.
ഏറ്റവും ഏറെ പേർക്ക് പണി കൊടുത്ത സ്റ്റേറ്റ് 1-ാം സ്ഥാനം കേരളം. ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ 1-ാം സ്ഥാനം കേരളം. അത് 23-24 കണക്കാണ്. അങ്ങനെ പിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കാലാകാലമുള്ളതല്ലേ എന്ന് പറയുന്നത് എങ്ങനെയാ? പിന്നെ കേരളീയം, ഞാൻ ചോദിക്കട്ടെ, കേരളീയം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് പക്ഷെ കാലങ്ങളായി ഈ പറയുന്ന രംഗത്തിലൊക്കെ കേരളം മുമ്പിലാണ്, 1-ാം സ്ഥാനത്ത് തന്നെയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. സുസ്ഥിര വികസനത്തിൽ ഒരിക്കലും കേരളം മുന്നിലായിരുന്നില്ല. സുസ്ഥിര വികസനത്തിൽ ഒരിക്കലും കേരളം മുന്നിലല്ല. ഈ കഴിഞ്ഞ കൊല്ലം ആദ്യമായിട്ട് വന്നതാണ്. കാരണം ഇവിടെ ഒരു വികസനം നടക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. അത് ഈ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഗവൺമെന്റിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നതിലൊന്നും യാതൊരു നിലക്കും ഞങ്ങൾക്ക് വിയോജിപ്പില്ല. അത് ചൂണ്ടിക്കാട്ടാൻ മാധ്യമങ്ങളുടെ ചുമതലയാണ്. എന്നാൽ ഗവൺമെന്റിന്റെ ഒരൊറ്റ നല്ല കാര്യത്തെയും ചൂണ്ടിക്കാട്ടാതിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, 5 ലക്ഷം വീട് ഈ കാലം കൊണ്ട് കൊടുത്ത ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഈ ഗവൺമെന്റിനാണല്ലോ. നിങ്ങൾ എപ്പോഴെങ്കിലും ആ കാര്യം ചർച്ച ചെയ്തോ? ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട മേഖലയിൽ BJP ഗവൺമെന്റുകൾ 20% മേലെ കേവല ദാരിദ്ര്യമാണ്. കോൺഗ്രസ് ഗവൺമെന്റുകളും ഏതാണ്ട് അതിനടുത്താണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ പറയുന്ന കേവല ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നു കേരളം. നിങ്ങൾ ചർച്ച ചെയ്തോ? ഇന്ത്യയിൽ ഏറ്റവും ഏറെ വാഹനാപകടം ഉണ്ടാകുന്ന കേരളത്തിൽ വാഹനാപകടം 4-1 കുറഞ്ഞിരിക്കുന്നു. 7 ക്യാമറ വന്നിട്ട്. നിങ്ങൾ അക്കാര്യം എപ്പോഴെങ്കിലും ചർച്ച ചെയ്തോ? ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലാത്ത രൂപത്തില് 10-26 തരം പെൻഷനുകൾ ഈ കേരളത്തിൽ കൊടുക്കുന്നു. 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നു. അതും 600 1600 ആക്കിയിരിക്കുന്നു. 30 ലക്ഷം എന്നുള്ളത് 62 ലക്ഷമായിരിക്കുന്നു. അതല്ലേ പോസിറ്റീവ് കാര്യം? നിങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്താ? കിട്ടുന്നില്ല. ഈ 5 കൊല്ലക്കാലം കൊടുത്തപ്പോ ഒന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. 7 കൊല്ലക്കാലം കൊടുത്തിട്ടുണ്ടല്ലോ. ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ദോഷൈകത്തിക്കാവരുത്. ഈ ഗവൺമെന്റിന്റെ പോരായ്മകളെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോ? ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങളെ കുറിച്ചും പറയണം. ഈ ഗവൺമെന്റ് ഈ കേരളത്തെ ആഗോളാടിസ്ഥാനത്തിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന 2-3 കാര്യങ്ങൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഇപ്പൊ കേരളീയമാവട്ടെ, അതുപോലെ തന്നെ ഈ പറയുന്ന നവകേരള നിർമ്മിതിയാവട്ടെ, ലോക കേരള സഭയാവട്ടെ, അവയൊക്കെ പ്രതിപക്ഷത്തിന്റെ കൂടി ഉള്ളടക്കത്തോടെ നടത്താനാവണം എന്നാണ് LDF-ന്റെ ഗവൺമെന്റ് ആലോചിച്ചത്. പക്ഷേ ഇവിടെ എന്തിനേയും എതിർക്കുക. LDF ആണ് ചെയ്യുന്നെങ്കിൽ ഒരൊറ്റ കാര്യവും നടക്കാൻ പാടില്ല. ഇതാണ് UDF-ന്റെ നിലപാട്. ആ നിലപാടിന്റെ കൂടെ വികസനത്തിന് വേണ്ടി നിൽക്കേണ്ട മാധ്യമങ്ങൾ നിൽക്കുന്നത് ശരിയല്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. കേരളീയം ഈ കേരളത്തെ രാജ്യത്തിനും ലോകത്തിനും അവതരിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന്റെ കമ്മിറ്റി ഉണ്ടാക്കിയത് ഇപ്പോഴല്ല. കമ്മിറ്റി ഉണ്ടാക്കിയത് 2023 നവംബറിലാണ്. ചീഫ് സെക്രട്ടറി പിന്നെ ചെയർമാനായിട്ട് അതിന് കമ്മിറ്റി ഉണ്ടാക്കിയത് 2023 നവംബറിലാണ്. അതിന്റെ ഒരുപാട് മീറ്റിംഗ് നടന്നു. ഇപ്പോ അത് നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നു. എന്തോ പുതിയ കാര്യം പോലെ നിങ്ങൾ ചർച്ച ചെയ്യാണ്. 1 കൊല്ലമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം സ്റ്റേറ്റ് ഗവൺമെന്റ് ഇവിടെ LDF പരാജയപ്പെട്ടത് കൊണ്ട് ഇത് ഉപേക്ഷിക്കണമെന്നാണ്. ഗവൺമെന്റിന്റെ അഭിപ്രായമില്ല. ഭരിക്കാൻ തീരുമാനിക്കുന്ന ഗവൺമെന്റ് അല്ലേ? ഈ കാര്യങ്ങളെല്ലാം കൊടുക്കണമെന്ന് പറയുന്ന പോലെ തന്നെ അതോടൊപ്പം കേരളീയം നടക്കണം. ശരി, ഓക്കെ. പിന്നെന്താ? അല്ല, നിങ്ങൾ പിന്നെ പറയുന്ന ഒരു കാര്യം, ഇവിടെ ഇതെല്ലാം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്ന പല ചർച്ചകളുടെ വിവരങ്ങൾ പുറത്തേക്ക് വന്നു. അതൊന്നും അങ്ങനെയല്ല എന്ന് അങ്ങേക്ക് വാദിക്കാം. പക്ഷേ സംസ്ഥാന സമിതിക്ക് ശേഷം സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ച ചില കാര്യങ്ങളുണ്ടല്ലോ. ആ കാര്യങ്ങളിൽ ഏറ്റവും മുഖ്യമായത് സർക്കാരിന്റെ മുൻഗണനകളിൽ മാറ്റം വരേണ്ടതുണ്ട് എന്ന പാർട്ടിയുടെ നിലപാടായിരുന്നു. ആ മുൻഗണനകൾ മാറ്റുന്നതിനനുസൃതമായ നിലപാട് പാർട്ടി സ്വീകരിക്കുമെന്നുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഇപ്പോഴും പഴയ അതേ റൂട്ടിലാണ് ബസ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്റെ വിമർശനം. നിങ്ങൾ ജനങ്ങളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ജീവൽ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്നതിന് പകരം ഗാനമേള സംഘടിപ്പിക്കല്, ഫ്യൂഷൻ സംഘടിപ്പിക്കല്, റിവേഴ്സ് ക്വിസ് നടത്തൽ, ഇതൊക്കെയാണ് ഇപ്പോഴും വലിയ കാര്യങ്ങൾ. പിന്നെ ആളുകൾക്കൊക്കെ വന്ന് സെൽഫി എടുക്കാം. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വരും, ചിലപ്പോൾ കമലഹാസൻ വരും. ഇതേ റൂട്ടിൽ കൂടെ ബസ് ഇങ്ങനെ പോയാൽ മതിയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. നമുക്കൊന്നും ചെയ്യാനില്ല. അല്ല, 5 കൊല്ലക്കാലം LDF ഗവൺമെന്റിനെ കുറിച്ച് ഈ പൈസ ഇല്ല എന്നുള്ള ആക്ഷേപം ഉന്നയിക്കാത്ത കാലത്ത് ഇതൊന്നും അനുകൂലിച്ചവരല്ലോ നിങ്ങൾ. കോൺഗ്രസും അല്ല, അതുപോലെ തന്നെ UDF അല്ല. അന്നും ഈ തൊട്ടതെല്ലാം LDF ആണ് തൊടുന്നെങ്കിൽ അത് തെറ്റാണല്ലോ നിങ്ങൾക്ക്. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? മുഖ്യമന്ത്രി പറഞ്ഞു DA കുടിശ്ശിക കൊടുക്കും, പെൻഷൻ ബാക്കി കൊടുക്കാനുള്ളത് കൊടുക്കും, കൂലി കുടിശ്ശിക കൊടുക്കാനുള്ളത് കൊടുക്കും, റേഷൻ പീടികയിൽ സാധനങ്ങൾ എത്തിക്കും, അതുപോലെ നമ്മുടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ മികച്ച സ്ഥാപനമാക്കും. അതെല്ലാം ഞങ്ങൾ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ അർത്ഥം അത് ചെയ്തിട്ടേ ഇനി എന്തെങ്കിലും കാര്യമുള്ളൂ, അങ്ങനെയല്ല. അത് കൊടുത്തതിന് ശേഷം ശമ്പളവും ഈ മുൻഗണന എന്നുള്ള വാക്ക് നിങ്ങളുടെ പാർട്ടിയുടേതാണ്, പ്രശ്നമില്ല. അതൊക്കെ പൊതുസമൂഹത്തിൽ നടപ്പാക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ തീരുമാനം പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഇനി ശമ്പളം കൊടുക്കൂല, പെൻഷൻ അങ്ങനെ പറയാൻ കഴിയോ? അതിന് സ്റ്റാറ്റ്യൂട്ടറി നടക്കുന്ന കാര്യമല്ലേ? ഇനി പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ ശമ്പളം കൊടുക്കൂല, മന്ത്രിമാരുടെ ഓഫീസ് അങ്ങനെ തീരുമാനിക്കാൻ കഴിയോ?
ശരി. അതെല്ലാം കൊടുക്കുമല്ലോ, അതെല്ലാം ശരി, അതൊക്കെ നടക്കേണ്ട കാര്യമല്ലേ? കൊടുക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ആവട്ടെ. ഈ കാര്യങ്ങൾ ഗൗരവതരമാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ നടപ്പിലാക്കും. അതിന്റെ കൂടെ ശരി, കേരളീയവും നടക്കും, ഈ നവകേരള സദസ് പോലുള്ള പരിപാടികളും നടക്കും, ശരി, ലോക കേരള സഭയും നടക്കും. ശരി, അതെല്ലാം ഓക്കേ. നിർത്തി ഫൈൻ, ഫൈൻ, മറ്റേ ഫൈൻ. ചെയ്യുമെന്ന് പറഞ്ഞു. ശരി, ഓക്കെ. ഇവിടെ